ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിവ വേൾഡ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇടയിൽ വീഡിയോ കുറച്ചൊക്കെ കട്ടായിട്ടോ. പിന്നെ എനിക്ക് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, എന്നാലും പിന്നെ ഞാൻ എടുത്തു. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കുഞ്ഞാവയ്ക്ക് വയ്യ, അപ്പോൾ കാണാൻ വേണ്ടി ഇപ്പോൾ അവൾ കരച്ചിലായിരുന്നു വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ സ്ഥലങ്ങളും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ് എന്ന് പറയും. ഇരിഞ്ഞാലക്കുടയിലാണ് എൻ്റെ കോളേജ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡിലേക്ക് എത്തണേക്ക് മുന്നായിട്ടാണ്. അപ്പോൾ ആ കാണുന്ന വഴി കൂടി കേട്ടോ നമ്മൾ കോളേജിലേക്ക് കയറണം. എവിടെയാണ് ഫ്രണ്ട് ഗേറ്റൊക്കെ വരുന്നത്. അപ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്, കോൺവെൻറ്റ് എന്ന് പറയില്ലേ, സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജാണ്. ഹാഫ് പ്രൈവറ്റുമാണ്, ഹാഫ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതാ ഇതിൽ കൂടെയാണ് എല്ലാവരും വരുന്നതൊക്കെ. ഇതാണ് മെയിൻ റോഡ്. അപ്പോൾ ഇതാ ഇതിലേ വന്നിട്ട് നമ്മൾ നടന്ന് വേണം ഇങ്ങോട്ട് വന്നിട്ട് ബസ് കയറി പോകാൻ. ആദ്യമൊക്കെ ചില ബസ്സുകളൊക്കെ അവിടെ തന്നെ നിർത്തുമായിരുന്നു കേട്ടോ, കോളേജിൻ്റെ അവിടെ. അപ്പോൾ അതാ ഈ ബസ് പോകണം, ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ ബസ് ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് പോകണത് ടോവിനോൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടൻ്റെ വീട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇടവേള ബാബുവിൻ്റെ വീടാണ്. ഇതാ ഈ കാണുന്ന ടിക്കറ്റ് ഇരിക്കുന്നത്, ആ സ്മാർട്ട് നീതിയൊക്കെ കണ്ടില്ലേ, അതാണ് ഇടവേള ബാബുവിൻ്റെ വീടും. ഷോപ്പുണ്ട്, ഒരു ഡ്രൈ ക്ലീനർ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട മൈതാനം, ആ കാണുന്നത് മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടക്കുക. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് പാർക്കുണ്ട്, നല്ല വലിയ പാർക്കാണ് കേട്ടോ. അപ്പോൾ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഈ പാർക്ക് തീരുന്നിടത്തുനിന്ന് ഒരു റോഡ് നേരെ പോകുന്നുണ്ട്. അതങ്ങനെ ചെന്നാൽ ഞാൻ പഠിച്ച സ്കൂളിലെത്തും കേട്ടോ. LF ഞാൻ പഠിച്ചത്, കോൺവെൻറ്റ് തന്നെയാണ് അതും. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അത് ഈ രണ്ട് സ്ഥലത്തു നിന്ന് നമ്മൾ എപ്പോഴും വരുന്നൊരു ഇതാണ് ഇവിടെ. ഇത് വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്, ഒരുപാട് അച്ഛനമ്മമാരുണ്ട് ഇവിടെ. ഒക്കെ നമ്മൾ വരുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് വന്ന് കയറിയിട്ടോ. അങ്ങനെ നേരെ കാണുന്ന കുറേ മരച്ചില്ലകളില്ലേ, അതാണ് ആൽത്തറ. അതായത് കുടിൽമാണിക്യത്തിലെ പള്ളിവേട്ട നടക്കുന്ന ആൽത്തറ കേട്ടോ. അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കുടിൽമാണിക്യത്തിൻ്റെ നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. അതിൻ്റെ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കുടിൽമാണിക്യത്തിൻ്റെ കവാടം വരുന്നത്. അപ്പോൾ കവാടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ പണിത കേട്ടോ, അതൊരു 2-3 കൊല്ലമേ ആയിട്ടുള്ളൂ അത് പണിതിട്ട്. പക്ഷേ രസമാട്ടോ കാണാനായിട്ട്. ഏറ്റവും ഇട്ടതാട്ടോ അമ്പലം. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങനെ ചെന്നിട്ട് പിന്നെ ഇതാ അവിടെ ആലിൻ്റെ സൈഡിൽ കൂടെ കാണുന്നുണ്ടോ കവാടം, അതാണ് കവാടം. ഇപ്പുറത്തെ സൈഡിൽ സ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് ആല്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാം, എനിക്ക് ഇൻട്രസ്റ്റ് പിടിച്ചു. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആ നേരെ കാണുന്ന ഒരു എന്താ പറയുക ഓടിട്ട പോലെ ഇല്ലേ, അതാണ് കേട്ടോ കുടിൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ ബൈ.